കോഴിക്കോട് വടകരയിൽ MDMA ഇടപാടുമായി ബന്ധപ്പെട്ട് ഒരു അധ്യാപിക കൂടി അറസ്റ്റിലായി. പേരാമ്പ്ര BRCയിലെ താത്കാലിക അധ്യാപിക നീഷ്മയാണ് അന്വേഷണ സംഘം പിടികൂടിയത്. ഇതോടെ കേസിൽ പിടിയിലായ അധ്യാപകരുടെ എണ്ണം 3ആയി. ലഹരി കച്ചവടത്തിൽ നിന്ന് കിട്ടിയ പണം പ്രതികൾ ആഡംബര ജീവിതം നയിക്കാനായി ഉപയോഗിച്ചു എന്നാണ് പോലീസിന്റെ നിഗമനം. പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. അധ്യാപകരായിരുന്ന കാവ്യ, കീർത്തന എന്നിവർക്ക് സമാനമായി MDMA കേസിൽ ഇടനിലക്കാരിയാണ് അറസ്റ്റിലായ നീഷ്മയും. ആവശ്യക്കാർ അക്കൗണ്ടിലേക്ക് പണം അയച്ചാൽ മറ്റൊരാൾ വഴി ലഹരി എത്തിച്ചു നൽകുന്നതാണ് നീഷ്മയുടെയും രീതി. 3 പ്രതികളും ഉറ്റ സുഹൃത്തുക്കളും തുടർച്ചയായി ലഹരി ഉപയോഗിക്കുന്നവരുമാണ്. തുടർന്നാണ് ലഹരി കച്ചവടത്തിലെ ഏജന്റുമാരായി മാറിയത്. 3 പേരും വലിയ റാക്കറ്റിന്റെ കണ്ണികളാണെന്നും കേസിൽ കൂടുതൽ പ്രതികളുണ്ടെന്നും വടകര CI പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ അന്വേഷണത്തിൽ വ്യക്തമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് വലിയ ഒരു ഈ മയക്കുമരുന്ന് മാഫിയുമായി ബന്ധപ്പെട്ട ഒരു നെറ്റ്വർക്കിൽ അവർ അംഗമാണ് എന്നതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബഹുമാനപ്പെട്ട കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം പുതിയ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇതുമായി ബന്ധപ്പെട്ട് ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അന്വേഷണങ്ങൾ വളരെ ശക്തമായ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും കൂടുതൽ പ്രതികളുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇൻസ്റ്റഗ്രാം വഴിയാണ് ഇവർ ആവശ്യക്കാരെ കണ്ടെത്തിയിരുന്നത്. അധ്യാപകരായതിനാൽ ആരും സംശയിക്കില്ലെന്ന ആത്മവിശ്വാസത്തിലായിരുന്നു പ്രതികൾ. BRC കേന്ദ്രീകരിച്ച് നടന്ന ലഹരി വിരുദ്ധ പരിപാടികളിൽ 3 പേരും ഭാഗമായിരുന്നു. ലഹരി വിൽപ്പനയിലൂടെ ലഭിക്കുന്ന പണം ആഡംബര ജീവിതം നയിക്കാനാണ് പ്രതികൾ ഉപയോഗിച്ചിരുന്നത്. 3 പേരും തുടർച്ചയായി ദൂരയാത്രകൾ നടത്തിയിരുന്നതായി അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചു. ഈ യാത്രകളുടെ ഭാഗമായാണോ ലഹരിക്കടത്ത് നടത്തിയിരുന്നത് എന്നും പോലീസിന് സംശയമുണ്ട്. ഇവർക്കു വേണ്ടി ലഹരി എത്തിക്കുന്നവരെയും വിതരണം ചെയ്തവരെയും കണ്ടെത്താൻ പ്രത്യേക അന്വേഷണ സംഘം ശ്രമിക്കുന്നുണ്ട്. കേസിൽ റിമാൻഡിലുള്ള കാവ്യ, കീർത്തന എന്നിവരെ കസ്റ്റഡിയിൽ വാങ്ങാൻ SIT ഹർജി നൽകിയിരുന്നു. ഇവർക്കൊപ്പം നീഷ്മയെ കൂടി കസ്റ്റഡിയിൽ വാങ്ങും. കേസിൽ കൂടുതൽ പ്രതികളുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. വിദ്യാർത്ഥികൾ ഇതിന്റെ ഭാഗമായിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ന്യൂസ് മലയാളം, കോഴിക്കോട്.